തൽക്കാലത്തേക്ക് നമുക്ക് ഈ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള കോൺട്രവേഴ്സികൾ ഒന്നങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ കോൺട്രവേഴ്സികൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചെയ്യില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വരികയാണെങ്കിൽ എന്തായാലും ചെയ്യും അത് സംബന്ധമായിട്ടുള്ള വീഡിയോകൾ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ ബിഗ് ബോസ് സീസൺ 5, സീസൺ 6 അല്ലെങ്കിൽ സീസൺ 4ഉം സീസൺ 5 ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല എപ്പിസോഡുകളുടെ ഒരു ചെറിയ റിയാക്ഷൻ, ഇതൊക്കെ ഈ ചാനൽ എന്തായാലും ഡെയിലി ഒരു വീഡിയോ കാണും. അത് കൂടാതെ നമ്മുടെ നാട്ടിൽ വേറെയും കുറെ പ്രശ്നങ്ങൾ, ബിഗ് ബോസ് ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇതിനായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനം, അതിനകത്ത് നമ്മൾ ചൂടിനിറങ്ങി കുറെ പരിപാടികൾ കണ്ടുപിടിക്കുന്നു, ഇല്ലെങ്കിൽ ചില എപ്പിസോഡുകളുടെ റിവ്യൂ, അതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ വേറെ കുറെ ഗംഭീരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളൊരു പ്രശ്നം ഞാനിവിടെ നിങ്ങളോട് പറയാം. നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഈ ഒരു ലോകത്ത് ഏതൊരു രാജ്യം നമ്മൾ നോക്കിയാലും സ്ത്രീകൾക്ക് എല്ലായിടത്തും എല്ലാ ഒരു കാര്യത്തിനും പുരുഷന്മാരെക്കാട്ടിലും ഒരു മുൻഗണനയുണ്ട്. എവിടെ നമ്മൾ നോക്കിയാലും ഉണ്ടല്ലോ. ഈ ഒരു മുൻഗണന കാരണം അത് അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സീരിയസ്ലി, ഞാനിപ്പോ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ചേച്ചിമാരും എന്റെ കൂട്ടുകാരികളും പെങ്ങന്മാരും ഒക്കെ ഉള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, അത് കുറെ പേരത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പറ്റിയുള്ള ഒരു വാർത്ത ഞാനിന്ന് കേട്ടു. ഞാൻ നിങ്ങൾക്ക് അത് ഇവിടെ കാണിച്ചു തരാം. സംഗതി വേറൊന്നുമല്ല, ഈ ഒരു സ്ത്രീ കാസർഗോഡുകാരി ഒരു സ്ത്രീയാണ്. ഇവർ കുറെ പുരുഷന്മാരെ പറ്റിച്ചു. ഇവർ നല്ല വൃത്തിക്ക് പറ്റിച്ചു. ആ പറ്റിയത് നടന്നോട്ടെ, അവർ കുറെ പോലീസുകാരെയൊക്കെ പറ്റിച്ചു. അത് ഈ പോലീസുകാർ മണ്ടന്മാരായിട്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിന്ന് കൊടുത്തിട്ടാണല്ലോ. പക്ഷെ ഇതിനകത്ത് ഒരു വ്യക്തിയെ ഈ അടുത്ത് അവർ പറ്റിച്ചതിനകത്ത് ഒരു ജിം ട്രെയിനറോ സംതിങ് എന്തോ ആണ്. അപ്പൊ ഇയാളെ പറ്റിച്ചിട്ട് ഇയാളുടെ കുറെ കാശൊക്കെ മേടിച്ചു എന്നിട്ട് ഇയാൾ ഈ കാശ് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്താന്നറിയാമോ? ഇവര് നേരെ കൊണ്ട് കേസ് കൊടുത്തു. അതായത് ഇയാൾ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോ എന്തായി? കൂടുതൽ അന്വേഷണം ഒന്നും ഇല്ല. നേരെ അവനെ പിടിച്ചങ്ങ് ഉള്ളേ തള്ളി. ഇതിനകത്ത് അവളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. അവൾക്ക് കിട്ടിയ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു മുൻഗണന ഉള്ളതുകൊണ്ട് അവൾ അത് പരിപാടി കാണിച്ചു. ഒരു പരിധിയിൽ കൂടുതൽ ഇത് അന്വേഷിക്കാതെ, ഞാൻ അങ്ങനെ തന്നെ പറയും. ഞാൻ എന്തായാലും വാർത്ത നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എന്നാലും ഒരു പരിധിയിൽ കൂടുതൽ അന്വേഷിക്കാതെ ഇവനെ പിടിച്ച് അകത്തിട്ട പോലീസുകാരും ഇതിനകത്ത് തെറ്റുകാർ തന്നെയാണ്. ഇനി നമുക്ക് ഈ വാർത്തയിലേക്ക് പോവാം, എന്നിട്ടേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. വേണു, കാസർഗോഡ് ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനെതിരെയാണ് വ്യാപകമായ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ISROയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഈ IAS വിദ്യാർത്ഥിനി ചമഞ്ഞും തട്ടിപ്പ് നടത്തി. അതായത് ഇവരെയൊക്കെ വിവാഹ വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി ഇവരിൽ നിന്ന് പണം വാങ്ങി എന്നാണ് നമുക്ക് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആ യുവാവ് ഈ യുവതി നൽകിയ പരാതിയിൽ മംഗലാപുരത്ത് 28 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇയാളെ ജിമ്മിലെ ഇൻസ്ട്രക്ടറായിരുന്നു ഈ യുവാവ്. അവിടെ വെച്ച യുവതി ജിമ്മിലേക്ക് വന്ന് പരിചയപ്പെടുന്നു. ISROയിലെ എഞ്ചിനീയർ ആണെന്ന് പറയുന്നു. താനിപ്പോൾ ലീവിലാണ്, തനിക്ക് ശമ്പളം 85,000 രൂപയാണെന്നും ഈ യുവാവിനോട് യുവതി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യുവാവും യുവതിയുമായി സൗഹൃദത്തിലായത്. തുടർന്ന് യുവാവിനെയും യുവാവിന്റെ കുടുംബത്തെയും അവരോട് സൗഹൃദം നടിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്തു. ഇങ്ങനെയാണ് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതെന്നാണ് വേണു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 ലക്ഷത്തോളം രൂപ ഈ യുവാവിൽ നിന്ന് മാത്രം തട്ടിയെടുത്തു. യുവാവിന്റെ അമ്മയുടെ കഴുത്തിൽ കിടന്ന മാലയും ഈ യുവതിയുടെ സാമ്പത്തിക ബാധ്യതയും ISROയിൽ ശമ്പളം മുടങ്ങിയെന്നും ചൂണ്ടിക്കാട്ടി ആ മാലയും ഊരി വാങ്ങിയെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി വന്നിട്ടുണ്ട്. മറ്റൊരു യുവാവിന്റെ പരാതി വന്നിട്ടുണ്ട്. ആ യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പോലീസ് കേസെടുക്കാനുണ്ടായ കാരണം തന്നെ വനിതാ സെൽ SIക്കെതിരെ ഈ യുവതി ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു. ഈ വനിതാ സെൽ SIക്ക് മുന്നിൽ ഈ യുവതി പരാതിയുമായി എത്തുന്നു. ആ പരാതി വ്യാജമാണെന്ന് സംശയം തോന്നിയ വനിതാ സെൽ SI അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടിപ്പോയപ്പോഴാണ് യുവതി വ്യാപകമായ തട്ടിപ്പ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ISROയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും അതുപോലെ തന്നെ IAS വിദ്യാർത്ഥിനി ചമഞ്ഞും മാത്രമല്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ചമഞ്ഞു അടക്കം യുവതി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തൃശ്ശൂര്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസുകാർ ഉൾപ്പെടെ വ്യാപകമായി തട്ടിപ്പിന് ഇരയായി എന്നാണ് മനസ്സിലാക്കാൻ പോലീസുകാരുൾപ്പെടെ ഇവരുടെ തട്ടിപ്പ് പോയി വീണു. അപ്പൊ ഞാൻ ഇവരെ മാത്രം കുറ്റം പറയുന്നില്ല. ഈ പറ്റിക്കാൻ നിന്ന് അവന്മാർ പൊട്ടന്മാരായിട്ട്. ഇപ്പൊ ആദ്യം ഒരു പയ്യന്റെ കാര്യം പറയുന്നത്, ആ പയ്യന് അവന് പറയാനുള്ളത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പക്ഷെ അവനുൾപ്പെടെ മണ്ടനായത് കൊണ്ടല്ലേ. കാരണം അവന്റെ അടുക്ക വന്ന ഒരു പെൺകുട്ടി വന്ന് സംസാരിക്കുന്നു, നേരെ വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടി വന്ന് സംസാരിക്കുന്നു. കുറച്ചൊന്ന് നന്നായിട്ട് ഇടപഴകിയപ്പോഴത്തേക്ക് അവൻ ഒരു ഫ്രണ്ടായി മാറുന്നു. അവൻ 5 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നു. അവന്റെ വീട്ടിൽ ചെല്ലുന്നു, അവന്റെ അമ്മയെ പറ്റിക്കുന്നു, അവന്റെ അമ്മ മാല ഊരി കൊടുക്കുന്നു. അവരൊക്കെ മണ്ടന്മാരായതുകൊണ്ടാ. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് അറിയാം അവക്കൊരു ഓപ്ഷൻ ഉണ്ട്. അവളൊരു സ്ത്രീയാണ്.
എന്തു പറഞ്ഞാലും ഇവിടുത്തെ പോലീസുകാർ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഒരു വനിത മറ്റേ പോലീസ് വനിതാ SIയോ സംതിങ്, അവർക്ക് ഒരു ഡൗട്ട് തോന്നിയോണ്ട് നേരെ അന്വേഷണം വന്നു, അങ്ങനെ പിടിച്ചകത്തിട്ടു, പിടിച്ചു. ഇപ്പൊ എന്തായാലും അവർക്ക് ഡൗട്ട് വന്നു. അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പൊ ഈ പയ്യൻ, ഈ പറ്റിക്കപ്പെട്ട പയ്യൻ എന്ന് പറഞ്ഞാലൊന്നും നടക്കത്തില്ല. കാരണം ഇത് കേരളമാണ്, പ്രത്യേകിച്ച് ഇത് കേരളം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് എല്ലായിടത്തും നടക്കും, ഇവിടെ പിന്നെ ഉറപ്പായിട്ട് നടക്കും. അതാണ് ഇപ്പൊ ഇവിടെ പ്രൂവ് ആയിരിക്കുന്നത്. പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുത്ത് പോലീസുകാരുടെ ഒന്നും ഡീറ്റെയിൽ ഇനി വാർത്തയിലേ പറയുന്നില്ല. എങ്ങനെ പറയും പോലീസുകാരുടെ ഡീറ്റെയിൽസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നാണക്കേടല്ലേ പോലീസുകാരന്റെ ഏതൊക്കെ പോലീസുകാരാണോ ഇതിനകത്ത് പെട്ടിരിക്കുന്നത് അവരെല്ലാം അവരുടെ പേരൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് നാണക്കേടായിരിക്കും. അതുകൊണ്ടാണ് വരാത്തത്. നാണക്കേട് മറന്ന് മിണ്ടാതിരിക്കുക അവര്. ഇതേണക്ക് എന്തോരോ ആൾക്കാർ കാണും. അതുപോലെ തന്നെ ഇനിയും ആ പയ്യന്, ഈ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന ജിം ട്രെയിനറിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. എൻ്റെ ജിമ്മിലേക്ക് വന്നിട്ടാണ് പരിചയം വന്നത്. പിന്നെ ആ കല്യാണകത്ത് കാണിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ. കൂടാതെ പല ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവലും അവിടെ ബില്ല് പേയ്മെൻറ്റ് ഞാൻ ചെയ്യുകയും ഉണ്ടായത്. എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 80,000 ചെക്ക്, പിന്നെ ഒരു 3,14,000 ചെക്ക്, പിന്നെ ഒരു 4,50,000 ചെക്കാണ് തന്നിട്ടുണ്ടായത്. ഈ ചെക്കെല്ലാം ബൗൺസായിട്ട് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ നമ്മളോട് ഒരു എന്തൊക്കെയോ പറഞ്ഞ് കള്ളം പറഞ്ഞു. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു പൈസ തരാൻ പറ്റില്ല, നിന്നെ ഞാൻ കേസിൽ കൊടുക്കും. ഞാൻ കൊടുക്കുന്ന കേസ് എന്ന് പറഞ്ഞത് പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് റേപ്പ് ചെയ്ത് ഫുഡ് തന്നിട്ട് അതിൽ വിഷം കലർത്തിയിട്ട് എന്നെ റേപ്പ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും പൈസ അവന്റെ മേടിച്ചിട്ട് ലാസ്റ്റ് അവൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് ഫുഡിനകത്ത് വിഷം ചേർത്ത് അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസ് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞത്. ഇതാണ് അവസ്ഥ. ഒരാളെ സഹായിക്കാൻ പോയതിന് കിട്ടിയതാ. സഹായിക്കാൻ പോയത് ഇവനൊരു മണ്ടനായതുകൊണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരാൾ വന്ന് പറയുകയാണ് എനിക്ക് വേറൊരു കല്യാണം ആലോചിക്കുന്നുണ്ട്, എനിക്ക് അതിന് താല്പര്യമില്ല, എന്നിട്ട് ആ പയ്യനെ പ്രപ്പോസ് ചെയ്യുന്നു, എന്നിട്ട് അവൻ ആശുപത്രി, ഇവളുടെ ഓരോ കാര്യത്തിന് അവർക്ക് മറ്റേ ISRO ജോലിയുണ്ട്, എന്നിട്ട് അവൾ ലീവിന് വന്നിരിക്കുകയെന്നൊക്കെയാ പറഞ്ഞത്. ലീവിന് വന്നിരിക്കുകയാണ്, എന്നിട്ട് ആശുപത്രി പോയി കിടക്കുന്നു. അവിടെ ഇവൻ കൊണ്ട് കാശ് കൊടുക്കുന്നു. ചെക്ക് കിട്ടിയെന്ന് ഇവൻ പറയുന്നുണ്ട്. ഈ ചെക്ക് എല്ലാം കൂടി ഇവൻ ഒന്നിച്ചാണോ ബാങ്കിൽ കൊണ്ടുവന്നത്? ആദ്യം ഒരു 80,000 കിട്ടിയെന്ന് പറയുന്നു. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് ബൗൺസ് ആയെങ്കിൽ അപ്പൊ തന്നെ കേസ് കൊടുക്കണം. എനിക്ക് അങ്ങനെയാ തോന്നിയത്. പിന്നെയും 2-3 ചെക്ക് മേടിക്കുന്നതോടെ വരെ എന്നിട്ട് എല്ലാം കൂടെ ആണോ ഇവൻ കൊണ്ടുപോയത്? എനിക്ക് ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. ഇവൻ പറയുന്നതിനകത്ത് ആ ഒരു കാര്യം മാത്രം എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഈ ആദ്യം 80,000 ചെക്ക്, പിന്നെ 3.5 ലക്ഷത്തിന്റെ ചെക്ക്, ഒരു ചെക്ക് ആദ്യമേ കൊടുത്ത് അതിനകത്ത് പൈസ കിട്ടില്ലെങ്കിൽ അപ്പോഴേ കൊണ്ട് കേസ് കൊടുക്കണം. അതിന് വരെ ആദ്യം ഈ 3 ചെക്ക് കൂടെ ഒന്നിച്ചാണോ കൊണ്ട് കൊടുത്തത്? ഇതെല്ലാം കൂടെ ഒന്നിച്ച് ബൗൺസ് ആയപ്പോഴാണ് കൊണ്ട് കേസ് കൊടുക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും ഇതിനകത്ത് പെണ്ണിന്റെ സൈഡിൽ ഞാൻ ആദ്യമേ അതാ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് ഒരു പരിധിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മുൻഗണന അത് കിട്ടിയത് കൊണ്ട് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് അവളവിടെ പേടിപ്പിച്ചത്, കൊണ്ട് കേസ് കൊടുക്കും, നിന്നെ അകത്താക്കുമെന്ന് പറഞ്ഞു. അതേപോലെ അവൾ കേസ് കൊടുത്തു. ഇവൻ അകത്ത് കിടന്നു. ഇവന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. 28 ദിവസത്തോളം ഇവർ അകത്ത് കിടന്നു, ഒന്നും ചെയ്തില്ല. കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു, എന്നിട്ട് അകത്ത് പോയി കിടക്കേണ്ട ഗതി വന്നു. ഇനിയും ഈ പയ്യന്റെ തന്നെ അമ്മയ്ക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നേരത്തെ വാർത്ത കാണിച്ചാൽ ഞാൻ അവര് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടു വയ്ക്കും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. താമസിച്ചത് ഇങ്ങനെ കേസിന്റെ പറഞ്ഞിട്ട് രാത്രിക്ക് വന്നിട്ടാകുമ്പോൾ പറഞ്ഞു രാവിലെ ഞാൻ പോകുമെന്ന് അറിഞ്ഞിട്ട് ഇവിടെ രാവിലെ ഇന്ന് രാത്രിക്ക് ഞാൻ നിൽക്കുന്നില്ലോ, രാവിലെ ഞാൻ പോകുമെന്ന് അറിഞ്ഞിട്ടാണ് വന്നിന്. 5 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നോട് പിന്നെ എൻ്റെ മാല മണിച്ചിട്ട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തു തരും, പിന്നെ അക്കൗണ്ട് ജോയിൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരുടെ വീട്ടിൽ വന്ന് താമസിച്ചു. ഇവിടെ ഒരു ദിവസം നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 5 ദിവസം നിന്ന് കഴിഞ്ഞ് പോകാൻ നേരത്തെ അമ്മയുടെ നിന്ന് മാലയും മേടിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ഊരി കൊടുക്കുവോ ആരെങ്കിലും ഒക്കെ? എനിക്ക് അറിയാൻ പാടില്ല. എന്താണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ? കുറെ പേര് പറ്റിക്കാൻ നിൽക്കുന്നു, അതിന് പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കാൻ വേറെ കുറെ പേര്. അതും ഇങ്ങനെയൊക്കെ 5 ദിവസം നിന്ന് 1 ദിവസം എന്ന് പറഞ്ഞു വന്നിട്ട് 5 ദിവസം നിൽക്കുമ്പോഴേ നമുക്കൊരു സംശയം തോന്നുന്നു ആരാണെങ്കിലും. എന്നിട്ട് പോകാൻ നേരത്തെ മാലയും കൂടെ എന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ തരാന്ന്. ഇത്രയും പാവങ്ങളായി പോയോ ഇവര്? ഞാൻ ഇനി എന്റെ ഒരു അനുഭവം പറയട്ടെ നിങ്ങളോട്. ആളുടെ പേരോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരു വ്യക്തി, ഞാൻ ഈ ഇൻസ്റ്റയില് ഈ ജോബിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, ജോബിന്റെ ഓപ്പണിങ്സ് ഒക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്ത ഒരാള്, സെയിം സ്ഥലം കാസർഗോഡ് നിന്ന് എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് അവരെന്തിനാണ്, അവർക്ക് ഞാൻ ഇട്ട ജോബിനല്ലായിരുന്നു, അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തു.
ഞാനപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്തോളൂ, ഞാൻ സ്റ്റോറി ആയിട്ടിടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ വരുമ്പോൾ നോക്കിക്കോളാൻ പറഞ്ഞു. ഇവർ അതിനുശേഷം ഏതൊരു വീഡിയോ ഇട്ടാലും അതിന് കമന്റ് ഇടും, എന്നിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും. ഞാൻ ഓക്കെ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ കാര്യം പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തും. എന്നാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്ന പോലെ ഇവർ വന്നിട്ട് ഇടയ്ക്ക് എനിക്കൊരു 5000 രൂപ തരുമോ, അത് കഴിഞ്ഞിട്ട് 5000 കളിയായിരുന്നു ആദ്യമേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് 1000 ആയി. ഇപ്പൊ ലാസ്റ്റ് നോക്കാൻ നേരത്ത് 300 രൂപയോ എന്തോ ആയി. ഞാൻ ഒരു പ്രാവശ്യം എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇവർ ഇൻസ്റ്റയിൽ എന്തോ കോൾ ചെയ്തപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒരു പരിധി കൂടുതൽ അറിയത്തില്ല, പിന്നെ നിങ്ങൾ ചോദിക്കുന്ന 5000 ഒന്നും എന്റെ ഇല്ല, അത്രയ്ക്കൊന്നും അന്ന് ഇല്ല എന്റെ കയ്യിൽ. ഞാനത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ഇല്ല. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് 1000 ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയത്തില്ല, ഞാൻ എന്ത് കണ്ടിട്ട് നിങ്ങൾക്ക് കാശ് തരാനാ. ഇങ്ങനെ കുറെ പേരുണ്ട്. എന്നിട്ട് ഒരു അവരുടെ സ്റ്റോറി കേട്ട് കഴിഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ശോകം വന്നു. അവർക്ക് എന്തോ ഹസ്ബൻഡ് ഡൈവോഴ്സ് ആയി പോയി, കുഞ്ഞുണ്ട്, അപ്പൊ കുഞ്ഞിന്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാ പൈസ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആരാണെങ്കിലും നമുക്കൊരു സഹതാപം തോന്നും, എനിക്കും തോന്നും. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയത്തില്ല ഇവരെ, പിന്നെ എന്തിനാണ് ഞാൻ പിന്നെ ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കാം, എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അവർക്ക് ദുബായിൽ പോകണം, അപ്പൊ ഞാൻ ദുബായിലേക്കാണ് കൂടുതൽ ജോലി ഇടുന്നത്. ഞാൻ പറഞ്ഞു അവർക്ക് അവിടെ എന്തെങ്കിലും വീട്ടു ജോലി, ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്ക് കമ്പനീസിന്റെ ഞാൻ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എറണാകുളത്ത് എവിടെയെങ്കിലും നോക്കൂ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അവർക്ക് എപ്പോഴും ക്യാഷിന്റെ ഒരു പരിപാടി ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലാസ്റ്റ് പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്ത മോശമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ചെയ്യരുതായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണമായിരുന്നു, അത് പൈസ ആയിട്ടുള്ള ജോലിയായിട്ട്. പക്ഷെ ഇവരെപ്പോഴും ഈ പൈസ ചോദിച്ച് എനിക്ക് എന്തോ അതിനകത്തൊരു നെഗറ്റീവ് ഫീൽ തോന്നി. നമുക്ക് അറിയത്തില്ല, നമുക്ക് അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. സോ ഇങ്ങനെയുള്ള ഒരുപാട് ഉടായ്പകൾ ഇവിടെ നടക്കുന്നുണ്ട്. ആരും പോയി ചാടാതിരിക്കുക. ഇപ്പൊ ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ അവരെന്താ ISR ഓഫീസറാന്ന് പറഞ്ഞു, IAS സ്റ്റുഡന്റ് ആന്ന് പറഞ്ഞു, അതുകൂടാതെ വിജിലൻസ് ഓഫീസർ, എന്തൊക്കെയാ അവര് പറയുന്നത് പല ആൾക്കാരോടൊക്കെ. ഇതൊക്കെ വിശ്വസിച്ച് പോയി തലവെച്ചു കൊടുക്കാൻ കുറെ പേരും. സോ ഇങ്ങനത്തെ വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരും അറിയണം. ഇത് അറിയാത്തവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. കാരണം ഇങ്ങനെ പോയി പെടരുത് ആരും. അതിപ്പം സ്ത്രീകൾ മാത്രമായിരിക്കത്തില്ല ചിലപ്പോൾ ഇങ്ങനെ പറ്റിക്കുന്നത്, ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ പറ്റിക്കുന്ന പുരുഷന്മാരും കാണും. സോ 2 ജെൻഡറുള്ള ആൾക്കാർ, ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്, 2 ജെൻഡറുള്ള ആൾക്കാരും ഒന്ന് സൂക്ഷിക്കുക. വേറൊരാൾ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെ എത്രയും പെട്ടെന്ന് നമ്മളങ്ങ് വിശ്വസിച്ച്, പ്രത്യേകിച്ച് ഈ പ്രേമമാണ്, കല്യാണം കഴിക്കുമോ, ഈ സ്ഥാനത്തിലൊന്നും പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു വാർത്ത ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാനിത് ആലോചിച്ച മൊത്തം എങ്ങനെ ഈ സ്ത്രീക്ക് കുറ്റം പറയാൻ പറ്റുന്ന ഒറ്റ കേസിലുള്ളൂ. അത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെ തന്നെ വെച്ചേ കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്ത ഈ മുൻഗണന അവരതാണ് യൂട്ടിലൈസ് ചെയ്തത്. ആ പയ്യനെ പറഞ്ഞ് പേടിപ്പിച്ചവരതെയാണ്. അവൻ കാശ് ചോദിക്കുമ്പോഴത്തേക്ക് കാശ് തരാൻ പറ്റത്തില്ല, ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. അത് അവർക്ക് കിട്ടുന്ന ഒരു മുൻഗണനയുടെ അത് കൂടിപ്പോയത് കൊണ്ടാണ്. ഇതിപ്പോ ഒരാണാണ് ചെയ്തിരുന്നതെങ്കിലോ, ഞാൻ ചോദിക്കട്ടെ, ഒരാണാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ, അതായത് ഒരു സ്ത്രീയെ ഇങ്ങനെ പറ്റിച്ചു, എന്നിട്ട് അവൻ ചെന്ന് കേസ് കൊടുക്കുകയാണ്, അവൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോലീസുകാരൊന്നും നോക്കാതെ കേസ് എടുക്കുമോ? ഇത്ര എനിക്ക് ചോദിക്കാവുള്ളൂ. പോലീസുകാർ കേസ് എടുക്കുമോ? ഇല്ല. നേരെ മറിച്ച് സ്ത്രീ ആയതുകൊണ്ട് നേരെ അവനെ പിടിച്ച് അകത്തിട്ടു. മുൻഗണന വേണം, പക്ഷെ അത് ഓവർ ആവരുത്. നമ്മുടെ നാട്ടിൽ എല്ലാം ഓവറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള ഉടായ്പകൾ പോയി ചാടാതിരിക്കുക. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് മാത്രം നിങ്ങൾ പിടിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ ഇഷ്ടം ബാക്കി.